കഴിഞ്ഞ 2 ദിവസമായി സോഷ്യൽ മീഡിയയിലും നമ്മുടെ നാടുകളിലും ചർച്ചയാകുന്ന ഒരു വാർത്തയുണ്ട്. അഷ്റഫ് ഉസ്താദിൻ്റെ വിയോഗം. കേട്ടവർ ഇപ്പോഴും വിശ്വസിക്കാനാകാതെ നെഞ്ചിൽ കൈവച്ചു പോകുന്ന ഒരു വാർത്ത. ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഉത്തരമില്ലാതെ കിടക്കുന്ന ചില ചോദ്യങ്ങളുണ്ടാകാം. തഖ്വയെക്കുറിച്ചും അള്ളാഹുവിലുള്ള തവക്കുലിനെക്കുറിച്ചും നമ്മളെക്കാളൊക്കെ നന്നായി അറിയുന്ന, നമ്മളെ അത് പഠിപ്പിച്ച ഒരു ഉസ്താദിന് എന്തുകൊണ്ട് ഇങ്ങനെയൊരു വഴി തിരഞ്ഞെടുക്കേണ്ടി വന്നു? ആ മനുഷ്യൻ അനുഭവിച്ച മാനസിക വിഷമങ്ങളുടെയോ സാമ്പത്തിക പ്രതിസന്ധികളുടെയോ ആയം എത്രത്തോളമായിരുന്നിരിക്കാം? നമ്മൾ പ്രസംഗങ്ങളിലും പോസ്റ്റുകളിലും മാത്രം ചർച്ച ചെയ്യുന്ന ഈ ഇസ്ലാമിക സാഹോദര്യം ശരിക്കും നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇവിടെ നമ്മൾ സ്വയം ചോദിക്കേണ്ട കഠിനമായ ഒരു ചോദ്യമുണ്ട്. ഇത്തരം മരണങ്ങൾക്ക് പിന്നിൽ ഒരു സമൂഹമെന്ന നിലയിൽ നമ്മുടെയും കൈകളുണ്ടോ? നമ്മൾ കെട്ടിപ്പൊക്കിയ ആഡംബരത്തിൻ്റെ, പണക്കൊഴുപ്പിൻ്റെ, അമിതമായ മത്സരങ്ങളുടെ ഈ ലോകം സാധാരണക്കാരായ മനുഷ്യരെ എത്രത്തോളമാണ് ശ്വാസം മുട്ടിക്കുന്നത്? മറ്റുള്ളവരുടെ മുന്നിൽ ജീവിച്ചു കാണിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന പരക്കം പാച്ചിലുകൾ സമൂഹത്തിൽ ഒരു വലിയ സാമ്പത്തിക അസമത്വമാണ് ഉണ്ടാക്കുന്നത്. അത് കണ്ട് ജീവിക്കാൻ വഴിയില്ലാതെ നെട്ടോട്ടമോടുന്ന പാവപ്പെട്ടവൻ്റെ ഉള്ളിലെ നെരിപ്പോട് നമ്മൾ കാണുന്നില്ല. സഹജീവികളുടെ പ്രയാസങ്ങളിലേക്ക് നോക്കാൻ സമയമില്ലാത്ത വിധം നമ്മുടെ സ്വന്തം ആക്രാന്തങ്ങൾ നമ്മളെ അന്ധരാക്കിയിരിക്കുകയാണ്. ഒരു നേരത്തെ അന്നത്തിനോ മക്കളുടെ പഠനത്തിനോ ചികിത്സയ്ക്കോ വേണ്ടി ഒരു സാധാരണക്കാരൻ ബുദ്ധിമുട്ടുമ്പോൾ അവൻ്റെ നിസ്സഹായ അവസ്ഥയെ തിരിച്ചറിയാൻ കഴിയാത്ത ഈ സമൂഹം ഈ ദുരന്തങ്ങളിൽ തുല്യ പങ്കാളികളാണ് എന്ന ഒരു കുറ്റബോധം നല്ല ഉമ്മത്ത് എന്ന് അഭിമാനിക്കുന്ന നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാകേണ്ടതുണ്ട്.